ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം സ്നേഹം നിറഞ്ഞവരെ, റോബിനച്ചനാണ്. 2025 സെപ്റ്റംബർ 28 നടക്കാൻ പോകുന്ന ലോഗോസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വളരെ നന്നായിട്ട് പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ന്യായാധിപന്മാരുടെയും പ്രഭാഷകന്റെയും ലൂക്കായുടെയും എഫെസോസ് 4 പുസ്തകങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 35ഓളം അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത്. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഈ 35 അധ്യായങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 400ഓളം ചോദ്യങ്ങൾ POC തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഈ 400 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 80 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ ഉറപ്പായിട്ടും വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ 400 ചോദ്യങ്ങൾ, ഏകദേശം 365ഓളം ചോദ്യങ്ങളും ഒരു 35ഓളം എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഈ 400ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്തുക. ഇത്തിരി ദൈർഘ്യമേറിയ വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീർക്കണം. അപ്പോൾ അങ്ങനെ ഈ 400 ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് 80 മാർക്ക് നേടാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വേണം. അപ്പോൾ തീർച്ചയായും മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ലോഗോസിന് പഠിക്കാൻ നിങ്ങൾ സഹായിക്കട്ടെ. വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലോഗോസിന് പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ഒരു വീഡിയോ പങ്കുവയ്ക്കാനും മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന്, വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര്? ഉത്തരം ജഫ്ത. 2, ജഫ്തയുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. 3, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. 4, ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത്? ഉത്തരം തോബ്. 5, ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര്? ഉത്തരം ഒരു നീചസംഘം. 6, ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഉത്തരം സീഹോൻ. 7, ഇസ്രായേൽ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്ത്? ഉത്തരം നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകുവാൻ അനുവദിക്കണം. 8, തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമോര്യ രാജാവ്? ഉത്തരം സീഹോൻ. 9, ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചതെവിടെ? ഉത്തരം യാഹാസിൽ. 10, ആരാണ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 11, സീഹോനെയും അവൻ്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ്? ഉത്തരം അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോന്യരുടെ ദേശം മുഴുവൻ. 12, തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരുത്തിയത് ആരാണ്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 13, അമോന്യരുടെ ദൈവമാര്? ഉത്തരം കെമോഷ്. 14, മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേരെന്ത്? ഉത്തരം ബാലാക്ക്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ, മോവാബിൻ്റെ അതിർത്തി ഏതാണ്? ഉത്തരം അർണോൺ. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിലുള്ള ചോദ്യങ്ങൾ. 15, യുദ്ധത്തിനൊരുങ്ങി എഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത്? ഉത്തരം സഫോണിലേക്ക്. 16, അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം എഫ്രായിംകാർ. 17, ആര് ആരോട് പറഞ്ഞു? ഞാനും എൻ്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ഉത്തരം ജഫ്ത എഫ്രായിംകാരോട്. 18, എഫ്രായിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചെന്നുവെന്നാണ് ജഫ്ത പറഞ്ഞത്?
ഉത്തരം തൻ്റെ ജീവൻ കയ്യിലെടുത്ത്. 19. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? ഉത്തരം എഫ്രായിമിനോട്. 20. ഗിലെയാദുകാർ എഫ്രായിംകാരെ തകർത്തു കളഞ്ഞതിനു കാരണമെന്ത്? ഉത്തരം ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞു. 21. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്ത്? ഉത്തരം ജോർദാൻ്റെ കടവുകൾ. 22. എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലെയാദുകാർ ചോദിക്കുന്നതെന്ത്? ഉത്തരം നീ ഒരു എഫ്രായിംകാരനാണോ? 23. നീ ഒരു എഫ്രായിംകാരനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു? ഉത്തരം ഷിബ്ബോലത്ത്. 24. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലെയാദുകാർ പിടിച്ച് കൊന്നിരുന്നത് എവിടെ വെച്ച്? ഉത്തരം ജോർദാൻ്റെ കടവുകളിൽ വെച്ച്. 25. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രായിംകാർ എത്ര? ഉത്തരം 40,000 എഫ്രായിംകാർ. 26. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം 6 വർഷം. 27. ഗിലെയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം സ്വന്തം പട്ടണമായ ഗിലെയാദ്. 28. ആരാണ് ജഫ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം ഇബ്സാൻ. 29. ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം ബത്ലഹേംകാരൻ. 30. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 7 വർഷം. 31. ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ഉത്തരം ബത്ലഹേമിൽ. 32. ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ്? ഉത്തരം സെബുലൂൺകാരനായ എലോൺ. 33. എലോൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 10 വർഷം. 34. എലോനെ സംസ്കരിച്ചത് എവിടെയാണ്? ഉത്തരം സെബുലൂൺ ദേശത്ത് അയ്യലോനിൽ. 35. എലോന് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത്? ഉത്തരം പിറധോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ. 36. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 40 പുത്രന്മാർ. 37. അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 30 പൗത്രന്മാർ. 38. അബ്ദോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? ഉത്തരം 70 കഴുതകൾ. 39. എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം 8 വർഷം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഇബ്സാന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു? ഉത്തരം 30. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങൾ. 40. കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷത്തേക്ക്. 41. മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം സോറായിൽ. 42. മനോവ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു? ഉത്തരം ദാൻ ഗോത്രം. 43. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കർത്താവിൻ്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം മനോവയുടെ ഭാര്യയോട്. 44. എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളും. 45. എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം അശുദ്ധമായതൊന്നും.
എക്സ്ട്രാ ക്വസ്റ്റ്യൻ. മനോവയുടെ പുത്രൻ്റെ പേരെന്ത്? ഉത്തരം സാംസൺ. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങൾ. 46. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. 47. സിംഹത്തിൻ്റെ ഉള്ളിൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത്? ഉത്തരം സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. 48. എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസന് തോഴരായി കൊടുത്തത്? ഉത്തരം 30 പേരെ. 49. തൻ്റെ കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം വിരുന്നിൻ്റെ 7 ദിവസത്തിനകം. 50. തൻ്റെ കടങ്കഥയ്ക്ക് വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. 51. സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത് എന്ത്? ഉത്തരം 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. 52. സാംസന്റെ കടങ്കഥ എന്തായിരുന്നു? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്യനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 53. എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ 14:14 കാണുന്നത്? ഉത്തരം 3 ദിവസമായിട്ടും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? ഉത്തരം അഷ്കലോൺ. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 54. സാംസന്റെ ഭാര്യയും അവളുടെ പിതാവിനെയും അഗ്നിക്ക് ഇരയാക്കിയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. 55. സാംസൺ കഴുതയുടെ താടിയല്ലി എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര്? ഉത്തരം റമാത്ത് ലേഹി. 56. എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഉത്തരം 20 വർഷം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. എൻഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 57. സാംസൺ സൈരണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഉത്തരം ഗാസായിൽ വെച്ച്. 58. ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിനു വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ? ഉത്തരം പട്ടണവാതിൽക്കൽ. 59. ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത്? ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. 60. ദലീല താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം സോറേക്ക് താഴ്വരയിൽ. 61. ഫിലിസ്ത്യനെ സാംസനെ വശീകരിക്കണമെന്ന് ദലീലയോട് ആവശ്യപ്പെട്ടതാര്? ഉത്തരം ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. 62. സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്ത്യരുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം? ഉത്തരം ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ഓരോരുത്തരും 1100 വെള്ളി നാണയം വീതം. 63. നിന്റെ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ദലീലയുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞതെന്ത്? ഉത്തരം ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 64. സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ഫിലിസ്ത്യരുടെ ദേവൻ ആര്? ഉത്തരം ദാഗോൻ. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 65. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്താണ് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം 200 വെള്ളി നാണയങ്ങൾ. 66. ലേവ്യൻ മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു? ഉത്തരം പുത്രനെ പോലെ. 67. ബത്ലഹേംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയത് എപ്പോൾ?
മാക്കിയപ്പോൾ മിക്കായോട് പറഞ്ഞതെന്ത്? ഉത്തരം: ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: എവിടെയാണ് കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത്? ഉത്തരം: മിക്കായുടെ ഭവനത്തിൽ. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിലുള്ള ചോദ്യങ്ങൾ. ദാൻ ഗോത്രക്കാർ ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ച 5 പേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത്? ഉത്തരം: മിക്കായുടെ വീട്ടിൽ. 69. ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? ഉത്തരം: യുവലേവിൻ്റെ ശബ്ദം. 70. ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ? ഉത്തരം: ലായിഷിൽ. 71. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നത് ആര്? ഉത്തരം: പടക്കോപ്പുകൾ അണിഞ്ഞ 500-600 ദാൻകാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മിക്ക ആരെ ഒന്നിച്ചുകൂട്ടിയാണ് ദാൻകാരെ പിന്തുടരുന്നത്? ഉത്തരം: അയൽവാസികളെ. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിലുള്ള ചോദ്യങ്ങൾ. 72. ലേവ്യനോട് പിണങ്ങി യൂദായിലുള്ള ബത്ലഹേമിലെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത്? ഉത്തരം: ഏകദേശം 4 മാസം. 73. അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച ലേവ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആര്? ഉത്തരം: ഒരു വേലക്കാരൻ. 74. ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ ലേവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര്? ഉത്തരം: യുവതിയുടെ പിതാവ്. 75. അമ്മായപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചെന്നുമാണ് ന്യായാധിപന്മാർ 19:4 കാണുന്നത്? ഉത്തരം: 3 ദിവസം. 76. അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: 4-ാം ദിവസം പ്രഭാതത്തിൽ. 77. ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നത് വരെ താമസിക്കുക. എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: 5-ാം ദിവസം. 78. ലേവ്യനും കൂട്ടരും വൃദ്ധൻ്റെ വീട്ടിൽ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാര്? ഉത്തരം: നഗരത്തിലെ ചില ആഭാസന്മാർ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: തുറസായ സ്ഥലത്തിരുന്ന ലേവ്യൻ്റെ അടുക്കൽ വന്ന വൃദ്ധൻ ഏതു നാട്ടുകാരനായിരുന്നു? ഉത്തരം: എഫ്രായിം മലനാട്ടുകാരൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിലുള്ള ചോദ്യങ്ങൾ. 79. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ്? ഉത്തരം: ബഥേലിൽ വച്ച്. 80. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം: യൂദ. 81. യുദ്ധത്തിൻ്റെ 2-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു? ഉത്തരം: ഗണ്ഡധാരികളായ 18,000 ഇസ്രായേൽക്കാരെ. 82. എലയാസർ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം: അഹറോൻ്റെ. 83. മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേർ എത്ര നാൾ അവിടെ താമസിച്ചു? ഉത്തരം: 4 മാസം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത്? ഉത്തരം: മിസ്പായിലേക്ക്. 21-ാം അധ്യായം. 84. ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം: സായാഹ്നം വരെ. 85. ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം: ദഹനബലികളും സമാധാന ബലികളും. 86. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിധരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു? ഉത്തരം: യാബേഷ് ഗിലെയാദിൽ നിന്ന്. 87. ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്
ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. അവരെ തുടർന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലെ 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 88. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഉത്തരം പാപികളുടെ പിൻതലമുറ. 89. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ. 90. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. 91. ആർക്ക് കഷ്ടമെന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 92. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനതയെക്കുറിച്ച്. 93. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ഉത്തരം പൊടിയിൽ നിന്ന്. 98. 94. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ. 95. പൂരിപ്പിക്കുക. മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും. ഉത്തരം ശരീരനാശത്തെ പ്രതി പാപികളുടെ. 96. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഉത്തരം സൽകീർത്തിയിൽ. 97. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഉത്തരം സൽകീർത്തി. 98. പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. ഉത്തരം സൽകീർത്തി. 99. പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഉത്തരം ഉപദേശങ്ങൾ പാലിച്ച്. 100. നിഷ്പ്രയോജനമായത് എന്തല്ല? ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും. 101. ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദം? ഉത്തരം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. 102. ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ. 103. ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. 104. ആരുടെ മുമ്പിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ. 105. ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ. 106. ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. 107. പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. 108. എന്തിൻ്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: എന്താണ് മധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ്? ഉത്തരം മരണവിധി. ശ്രദ്ധിക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: എന്താണ് മധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ്? ഉത്തരം മരണവിധി. 109. വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികൾ. 110. തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത്? ഉത്തരം സൂര്യൻ. 111. എല്ലാ സൃഷ്ടികളിലും
നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. 112. കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണീയമായത് എന്ത്? ഉത്തരം അവിടുത്തെ വിസ്മയനീയമായ പ്രവർത്തികൾ. 113. എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? ഉത്തരം പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. 114. കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത്? ഉത്തരം അവയുടെ നിഗൂഢതകൾ. 115. കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ. 116. കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത്? ഉത്തരം ഭൂതവും ഭാവിയും. 117. എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 118. പൂരിപ്പിക്കുക. ഡാഷ് അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിനു മറഞ്ഞിരിക്കുന്നില്ല. ഉത്തരം ഒരു ചിന്തയും ഒരു വാക്കും. 119. കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 120. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നതാര്? ഉത്തരം കർത്താവ്. 121. അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. ഉത്തരം പ്രവർത്തികൾ. 122. പൂരിപ്പിക്കുക. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു, സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു. ഉത്തരങ്ങൾ ജീവിക്കുകയും വിശ്വസ്തത. 123. എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. 124. പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്, അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ഉത്തരം പൂരകമാണ് മഹത്വം. 125. പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗം ഏത്? ഉത്തരം നിയമാവർത്തനം 24:1. 126. പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗം ഏത്? ഉത്തരം സുഭാഷിതം 15:11. 127. പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനം 139:1 മുതൽ 4 വരെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗ്രതയുള്ളവനാക്കുന്നതാര്? ഉത്തരം മകൾ. പ്രഭാഷകൻ 43-ാം അധ്യായം 128-ാം ചോദ്യം. ചൂട് കൊണ്ട് ദഹിക്കുന്നത് എന്ത്? ഉത്തരം പർവ്വതങ്ങൾ. 129. ചൂട് കൊണ്ട് വരളുന്നതെന്ത്? ഉത്തരം മരുഭൂമി. 130. അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നതെന്ത്? ഉത്തരം സസ്യങ്ങൾ. 131. എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം മൂടൽമഞ്ഞ്. 132. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 133. പ്രഭാഷകൻ 43:23 അത്യുന്നതൻ്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം അഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 134. സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? ഉത്തരം സമുദ്ര സഞ്ചാരികൾ. 135. പൂരിപ്പിക്കുക. അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്, എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷും അതിലുണ്ട്. ഉത്തരം അത്ഭുതകരവുമായ സമുദ്ര സത്തങ്ങളും. 136. അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഉത്തരം സ്വന്തം ശക്തിയാൽ. 137. എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നതെങ്ങനെ? ഉത്തരം അവിടുത്തെ വചനത്താൽ. 138. എല്ലാറ്റിൻ്റെയും സാരമെന്താണ്? ഉത്തരം എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും.
139 പൂരിപ്പിക്കുക. അവിടുന്ന് ഡാഷ്, അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. ഉത്തരം പ്രകീർത്തിക്കാൻ സൃഷ്ടികളേക്കാൾ. 140 ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ, ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത്? ഉത്തരം ഉത്സവ ദിനങ്ങൾ. 44 അധ്യായം 141 ചോദ്യം, സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്. 142 ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ഉത്തരം ജനതകൾ. 143 മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര്? ഉത്തരം സമൂഹം. 144 കർത്താവിനെ പ്രീതിപ്പെടുത്തിയതാര്? ഉത്തരം ഹെനോക്ക്. 145 ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 44:16 കാണുന്നത്? ഉത്തരം ഹെനോക്ക്. 146 എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായിരിക്കുന്നത് ആര്? ഉത്തരം ഹെനോക്ക്. 147 തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം നോഹയെക്കുറിച്ച്. 148 വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അവൻ ആര്? ഉത്തരം നോഹ. 149 നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? ഉത്തരം മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന്. 150 അനേകം ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര്? ഉത്തരം അബ്രാഹാം. 151 മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ ആര്? ഉത്തരം അബ്രഹാം. 152 പൂരിപ്പിക്കുക. അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പാടാക്കുകയും ചെയ്തു. ഉത്തരം അത്യുന്നതൻ്റെ നിയമം ഉടമ്പടിയിൽ. 153 സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര്? ഉത്തരം അബ്രാഹാം. 154 പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര്? ഉത്തരം അബ്രാഹാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ, അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. അവ ഏത്? ഉത്തരം ഉടമ്പടികൾ. 45 അധ്യായം ചോദ്യം 155 പൂരിപ്പിക്കുക. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി. ഉത്തരം കാരുണ്യവാനായ ഒരുവനെ. 156 അവൻ ജനത്തിന് സുസമ്മനതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ ആര്? ഉത്തരം മോശ. 157 കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ഉത്തരം ദേവദൂതന്മാർക്ക്. 158 ശത്രുക്കൾക്ക് ഭയകാരണമാകാത്ത വിധം കർത്താവ് ശക്തനാക്കിയത് ആരെ? ഉത്തരം മോശയെ. 159 ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത്? ഉത്തരം മോശ. 160 ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ. 161 കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത്? ഉത്തരം തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. 162 തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക്? ഉത്തരം മോശയ്ക്ക്. 163 കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 164 അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ? ഉത്തരം കർത്താവിൻ്റെ ക്രോധത്തിൽ. 165 പൂരിപ്പിക്കുക. യൂദാഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ഉത്തരം ജസ്സയുടെ പുത്രൻ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ,
കർത്താവ് നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന് പൗരോഹിത്യം നൽകുകയും ചെയ്തതാർക്ക്? ഉത്തരം അഹറോന്. അധ്യായം 46, ചോദ്യം 166. യുദ്ധവീരനും പ്രവാചകനുമാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നതാര്? ഉത്തരം നൂനിന്റെ പുത്രൻ ജോഷുവ. 167. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. അവൻ ആര്? ഉത്തരം ജോഷുവ. 168. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്തത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആര്? ഉത്തരം ജോഷുവ. 169. പൂരിപ്പിക്കുക. ഡാഷ് വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? ഉത്തരം നഗരങ്ങൾക്കെതിരെ. 170. ജോഷ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം കർത്താവിനു വേണ്ടി. 171. ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ഉത്തരം ജോഷുവായുടെ. 172. പൂരിപ്പിക്കുക. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തെ ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? ഉത്തരം 2 ദിവസത്തെ. 173. പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു? ഉത്തരം അത്യുന്നതനെ. 174. ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷയ്ക്ക് ഉത്തരമരുളിയത്? ഉത്തരം ശക്തമായ കന്മഴ അയച്ച്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത്? ഉത്തരം സാമുവൽ. അധ്യായം 47, 175 ചോദ്യം. സാമുവേലിന് ശേഷം ഏതു പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? ഉത്തരം നാഥാൻ. 176. എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. 177. ദാവീദ് എന്തിനോടുകൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? ഉത്തരം കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ. 178. എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ കളിയാടിയത്? ഉത്തരം കരടികളോട്. 179. ദാവീദ് യൗവനത്തിൽ കവണയിൽ കല്ല് ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഉത്തരം ഗോലിയാത്തിൻ്റെ. 180. ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ഉത്തരം ജനത്തിൻ്റെ അപമാനം. 181. പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിൻ്റെ വലതുകരം ശക്തമാക്കിയത്? ഉത്തരം തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 182. എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിൻ്റെ കിരീടമണിയിച്ചത്? ഉത്തരം 10,000 മേൽ വിജയം വരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട്. 183. എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? ഉത്തരം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി. 184. ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ. 185. ദാവീദ് നശിപ്പിച്ചത് ആരെ? ഉത്തരം എതിരാളികളായ ഫിലിസ്ത്യരെ. 186. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. അവർ ആര്? ഉത്തരം ഫിലിസ്ത്യർ. 187. ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചതെങ്ങനെ? ഉത്തരം തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച്. 188. ആരാണ് പൂർണ്ണഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ഉത്തരം ദാവീദ്. 189. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാവീദ് നിയോഗിച്ചതാരെ? ഉത്തരം ഗായിക സംഘത്തെ. 190. ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ഉത്തരം ദാവീദ്. 191. ഗായിക സംഘം ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവിടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത്? ഉത്തരം വിശുദ്ധ സ്ഥലം. 192. ദാവീദിന്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര്? ഉത്തരം കർത്താവ്.
എക്സ്ട്രാ ക്വസ്റ്റ്യൻ: സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത്? ഉത്തരം അഭിലാഷങ്ങൾ. 193. ഇസ്രായേലിൻ്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ. ഉത്തരം ഏലിയ. 195. ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ? ഉത്തരം രാജാക്കന്മാരെ. 195. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയതാരെ? ഉത്തരം പ്രസിദ്ധന്മാരെ. 196. ജീവിതകാലത്ത് അവൻ അധികാരിയുടെ മുമ്പിൽ ഭയന്നു പറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല, അവൻ ആര്? ഉത്തരം ഏലീഷ. 197. അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു, അവൻ ആര്? ഉത്തരം ഏശയ്യ പ്രവാചകൻ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: സിയോനെതിരെ കരമുയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്തതാര്? ഉത്തരം റബ്ഷക. 49-ാം അധ്യായം 198-ാം ചോദ്യം: ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? ഉത്തരം കൊടുങ്കാറ്റ്. 199. ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? ഉത്തരം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 200. വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സെറുബാബേലിനെ കുറിച്ച്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കി കളഞ്ഞതാര്? ഉത്തരം ജോസിയ. 201. ആക്രമണം ചെറുക്കാൻ ശെമയോൻ ചെയ്തതെന്ത്? ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി. 202. ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ഉത്തരം ശിമയോൻ. 203. പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തെ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത്? ഉത്തരം കർത്താവിൻ്റെ പ്രകാശം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: പൂമാല പോലെ ശിമയോനെ ചുറ്റി നിന്നതാര്? ഉത്തരം സഹോദരങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. 204. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം അപ്പസ്തോലന്മാർ. 205. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറയുന്നത്? ഉത്തരം കടുകുമണിയോളം. 206. ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് ആരെങ്കിലും എന്ത് പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. 207. എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോട്? ഉത്തരം ശിഷ്യരോട്. 18-ാം അധ്യായം ചോദ്യം 208. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു? ഉത്തരം ദേവാലയത്തിലേക്ക്. 209. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെ? ഉത്തരം അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. 210. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ഉത്തരം ഫരിസേയൻ. 211. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതമെന്ത്? ഉത്തരം 2 പ്രാവശ്യം ഉപവസിക്കുന്നു. 212. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങൾ എന്ത്? ഉത്തരം ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. 213. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. 214. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. 215. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര്? ഉത്തരം ചുങ്കക്കാരൻ.
216 ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത്? ഉത്തരം: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 217 യേശു കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു? ഉത്തരം: ശിശുക്കളെ. 218 ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത്? ഉത്തരം: ശിശുക്കളെ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. 219 തൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ഉത്തരം: ശിശുക്കളെക്കുറിച്ച്. 220 ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണിത് പറഞ്ഞത്? ഉത്തരം: ശിഷ്യന്മാരോട്. 221 ദൈവരാജ്യം ആരെപ്പോലെ ഉള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: ശിശുക്കളെപ്പോലെ ഉള്ളവരുടേതാണെന്ന്. 222 ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. 223 നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? ഉത്തരം: ധനികനായ ഒരു അധികാരി. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പ്രകാരം പ്രബോധനം നൽകിയത്? ഉത്തരം: രക്ഷ. 224 ജെറീക്കോയിൽ വച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാര്? ഉത്തരം: സക്കേവൂസ്. 225 സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു? ഉത്തരം: ജെറീക്കോ. 226 അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അവൻ ആര്? ഉത്തരം: സക്കേവൂസ്. 227 ജെറീക്കോയിൽ വച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികനാര്? ഉത്തരം: സക്കേവൂസ്. 228 സക്കേവൂസ് എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം: നീതിമാൻ, ശുദ്ധൻ. 229 യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിൻ്റെ ജോലി എന്തായിരുന്നു? ഉത്തരം: ചുങ്കം പിരിക്കൽ. 230 യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിനത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: പൊക്കം കുറവായതിനാൽ. 231 യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിൻ്റെ പേര്? ഉത്തരം: സിക്കമൂർ. 232 മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ആര്? മരമേത്? ഉത്തരം: സക്കേവൂസ്, സിക്കമൂർ മരം. 233 ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് പ്രകാരം പറഞ്ഞത്? ഉത്തരം: സക്കേവൂസിനോട്. 234 സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു? ഉത്തരം: അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. 235 ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആ പാപി ആര്? ഉത്തരം: സക്കേവൂസ്. 236 ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആരെ പറ്റി പറഞ്ഞു? യഹൂദർ യേശുവിനെ പറ്റി. 237 യേശു സക്കേവൂസിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം: ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. 238 തൻ്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: സ്വത്തിൽ പകുതി. 239 വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. 240 സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര്? ഉത്തരം: സക്കേവൂസ്. 241 ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? ഉത്തരം: സക്കേവൂസിൻ്റെ. 242 സക്കേവൂസ് ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? ഉത്തരം: അബ്രാഹത്തിൻ്റെ പുത്രൻ. 243
ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യൻ്റെ പേര്? ഉത്തരം സക്കേവൂസ്. 244. യേശുവിൻ്റെ ജനന വാർത്ത അറിഞ്ഞ് ആട്ടിയിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര്? ഉത്തരം സക്കേവൂസ്. 245. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 246. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു സക്കേവൂസിനോട്. 247. യേശു ജെറുസലേമിൽ പ്രവേശിക്കുന്ന തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയത്? ഉത്തരം 10 നാണയത്തിൻ്റെ ഉപമ. 248. 10 നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ഉത്തരം ജെറുസലേമിന് സമീപത്ത്. 249. 10 നാണയത്തിൻ്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്തു വിചാരിച്ചു എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? ഉത്തരം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. 250. അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ചുറ്റും നിന്നിരുന്നവരോട്. 251. ഉള്ളത് പോലും ആരിൽ നിന്ന് എടുക്കപ്പെടുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഉത്തരം ഇല്ലാത്തവനിൽ നിന്ന്. 252. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏതുപമയുടെ അവസാനമായിട്ടാണ്? ഉത്തരം 10 നാണയത്തിൻ്റെ. 253. 10 നാണയത്തിൻ്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത്? ഉത്തരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയണമെന്ന്. 254. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഉപമയേത്? ഉത്തരം 10 നാണയത്തിൻ്റെ ഉപമ. 255. 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്ര. 256. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവുമലയ്ക്കരികിലുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? ഉത്തരം ബേത്സ്ഫഗെ, ബഥാനിയ. 257. ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത്? ഉത്തരം 2 ശിഷ്യന്മാരെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: യേശു വിലപിച്ചത് ഏത് പട്ടണത്തെ കണ്ടപ്പോഴാണ്? ഉത്തരം ജെറുസലേം. 258. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം മൂലക്കല്ലായി. 259. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ കല്ലിന്മേൽ നിബദിക്കുന്നവന് എന്ത് സംഭവിക്കും? അതാരുടെ മേൽ പതിച്ചാലും എന്തു സംഭവിക്കും? ഉത്തരം കല്ല് മേൽ നിബദിച്ചാൽ തകരും, കല്ല് ആരുടെ മേൽ പതിച്ചാൽ ധൂളിയാക്കും. 260. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 118 അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 261. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഉപമയേത്? അവർ ആര്? ഉത്തരം മുന്തിരിത്തോട്ടത്തിൻ്റെ കൃഷിക്കാരുടെയും ഉപമ, നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 262. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത്? ഉത്തരം ജനങ്ങളെ. 263. യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാത്ത വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത്? ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 264. യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത്? ഉത്തരം ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. 265.
നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 266. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത്? ഉത്തരം, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? 267. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദ ചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയമെന്ത്? ഉത്തരം, ഒരു ധനാറ. 268. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദ ചാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്തു മനസ്സിലാക്കിയപ്പോഴാണ്? ഉത്തരം, അവരുടെ കൗശലം. 269. സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദ ആചാര്യന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം, സീസറിൻ്റേത്. 270. സീസറിനുള്ളത് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരമെന്ത്? ഉത്തരം, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും. 271. സീസറിന് നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദ്യവുമായി വന്ന യഹൂദ ചാരന്മാർ യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത്? ഉത്തരം, മൗനം അവലംബിച്ചു. 272. നീതിമാന്മാരാണെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കുവാനാണ് സാധിക്കാതിരുന്നത്? ഉത്തരം, ജനങ്ങളുടെ. 273. പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഉത്തരം, സദൂക്കായർ. 274. ഒരാളുടെ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യമെന്ത്? ഉത്തരം, സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ. 275. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര്? ഉത്തരം, മോശ. 276. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സദൂക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു? ഉത്തരം, 7 സഹോദരന്മാരുടെ. 277. വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളാണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമയിൽ ഉടമസ്ഥൻ തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ഉത്തരം, കൃഷിക്കാരെ. 278. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആര് നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, യേശുവിൻ്റെ നാമനിമിത്തം. 279. യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ലെന്നാണ് യേശു അറിയിക്കുന്നത്? ഉത്തരം, ഒരു തലമുടി ഇഴ പോലും. 280. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദായിലുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം, പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ജെറുസലേമിൽ വെച്ച് യേശുവിൻ്റെ വാക്കു കേൾക്കാൻ ജനം മുഴുവൻ അതിരാവിലെ എവിടേക്കാണ് എത്തിയിരുന്നത്? ഉത്തരം, ദേവാലയത്തിൽ. 281. പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര്? ഉത്തരം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 282. യേശുവിനെ എങ്ങനെ വധിക്കണമെന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം, പുരോഹിതന്മാരും നിയമജ്ഞരും. 283. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏതു സമയത്താണ്? ഉത്തരം, പെസഹ അടുത്തപ്പോൾ. 284. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം, ജനങ്ങളെ. 285. സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? ഉത്തരം, യൂദാസ്. 286. 12 അപ്പസ്തോലന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത്? ഉത്തരം, യൂദാസിൽ. 287. യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെ ഒറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത്?
ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 288 യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്ത്? ഉത്തരം പണം. 289 എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ. 290 പ്രേക്ഷ്യ ദൗത്യം അയക്കപ്പെടുന്ന അപ്പസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്ത് വിറ്റുപോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത്? ഉത്തരം സ്വന്തം കുപ്പായം. 291 താൻ ആരോട് കൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത്? ഉത്തരം നിയമലംഘകരോടുകൂടെ. 292 പൂരിപ്പിക്കുക. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ്. ഉത്തരം പൂർത്തിയാകേണ്ടതാണ്. 293 വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പസ്തോലന്മാർ പറഞ്ഞത്? ഉത്തരം 2 വാൾ. 294 പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത്? ഉത്തരം ഒലിവുമലയിലേക്ക്. 295 പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര്? ഉത്തരം ശിഷ്യന്മാർ. 296 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവുമലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുളി ചെയ്ത വചനമെന്ത്? ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. 297 ഗത്സമനിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറി നിന്നാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ഒരു കല്ലേറ് ദൂരം. 298 ഗത്സമനിലെത്തിയ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു? ഉത്തരം മുട്ടിമേൽ വീണ്. 299 ഗത്സമേനിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ സേവകന്റെ ഏതു ചെവിയായിരുന്നു ഛേദിച്ചു കളഞ്ഞത്? അത് യേശു സുഖപ്പെടുത്തിയത് എങ്ങനെ? ഉത്തരം വലത് ചെവി തൊട്ട്. 300 ഗത്സമേനിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാ സുവിശേഷത്തിൽ ആരെല്ലാമായിരുന്നു? ഉത്തരം പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. 301 ഗത്സമേനിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? ഉത്തരം വാളും വടിയും. 302 ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവെന്നാണ് തനിക്കെതിരെ വന്നവരോട് യേശു ചോദിക്കുന്നത്? ഉത്തരം കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ. 303 ഗത്സമേനിൽ വച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്? ഉത്തരം ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. 307 പൂരിപ്പിക്കുക. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും? ഉത്തരം അന്ധകാരത്തിൻ്റെ. 305 എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും യേശു പ്രകാരം പറഞ്ഞത് ആരോട്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. 306 ഗത്സമേനിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്. 307 നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാന ആചാര്യൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്പസ്തോലനെ കണ്ടിട്ടാണ്? ഉത്തരം പത്രോസിനെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. യേശു ശിഷ്യന്മാരോട് അവർ ആരെ പോലെ ആകരുത് എന്നാണ് നിർദ്ദേശിച്ചത്? ഉത്തരം വിജാതീയരെ പോലെ. 308 യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? ഉത്തരം പീലാത്തോസ്. 309 യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? ഉത്തരം 3 പ്രാവശ്യം. 310 യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? ഉത്തരം അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 311 യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ഉത്തരം ബറാബാസ്. 312 പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത്? ഉത്തരം ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. 313 യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര്? ഉത്തരം ശിമയോൻ. 314 കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ
കുരിശു ചുമന്ന് സഹായിച്ച ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം കിറേനക്കാരൻ. 315. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നവർ ആര്? ഉത്തരം സ്ത്രീകളുടെ സമൂഹം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. വിചാരണ വേളയിൽ യേശുവിനോട് പലത് ചോദിച്ചെങ്കിലും അവിടെ നിന്ന് ഒരു ഉത്തരവും ലഭിക്കാത്ത ഭരണാധികാരി? ഉത്തരം ഹെറോദോസ്. 316. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അതെവിടെ വെച്ചായിരുന്നു? ഉത്തരം എമ്മാവൂസിലേക്കുള്ള വഴിയിൽ. 317. എമ്മാവൂസിലേക്ക് ഉദ്ധാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തുന്നത് അതാര്? ഉത്തരം ക്ലെയോപാസ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. യേശുവും എമ്മാവൂസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിലിരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത്? ഉത്തരം യേശു. പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. 318. രക്ഷയുടെ സദ്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സത്യത്തിൻ്റെ വചനത്തെ. 319. സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ്? ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 320. ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ്? ഉത്തരം പരിശുദ്ധാത്മാവ്. 321. എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത്? ഉത്തരം പ്രാർത്ഥനകളിൽ അവരനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തതിൽ നിന്ന്. 322. തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. പൂരിപ്പിക്കുക. 323. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും ഡാഷിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഉത്തരം മഹത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര്? ഉത്തരം ദൈവം. 324. ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോട് കൂടെയാണ്? ഉത്തരം യേശു ക്രിസ്തുവിനോട് കൂടെ. 325. യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ്? ഉത്തരം സ്വർഗത്തിൽ അവനോട് കൂടെ. 326. ദൈവം യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തിയത് എന്തിനാണ്? ഉത്തരം അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ. 327. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഏത്? ഉത്തരം രക്ഷ. 328. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്ന് എഫേസോസ് 2:8 പൗലോസ് പറയുന്നത്? ഉത്തരം വിശ്വാസം വഴി കൃപയാൽ. 329. അതു പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം രക്ഷയെക്കുറിച്ച്. 320. നാം ആരുടെ കരവേലയാണ്? ഉത്തരം ദൈവത്തിൻ്റെ. 331. ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? ഉത്തരം നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായിട്ടാണ്. 332. ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് അപ്രകാരമാണ്. ഉത്തരം അപരിച്ഛേദർ എന്ന്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ഭവനമാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ്? ഉത്തരം ക്രിസ്തുവിൽ. 333. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും
പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ്? ഉത്തരം പരിശുദ്ധാത്മാവിനാൽ. 334 എഫേസുസ് 3:7 പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകനാണ്? ഉത്തരം സുവിശേഷത്തിൻ്റെ. 335 ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത്? ഉത്തരം ദൈവത്തിൻ്റെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: വിശ്വാസം വഴി എഫേസൂസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ക്രിസ്തു. 336 നമുക്കോരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിന്. 337 ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ്? ഉത്തരം അസംഖ്യം തടവുകാരെ. 338 മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആര്? ഉത്തരം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു. 339 ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസുസ് 4:27 കാണുന്നത്? ഉത്തരം സാത്താന്. 340 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ ബാധിച്ചിരിക്കുന്നതെന്ത്? ഉത്തരം അജ്ഞത. 344 സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ്? ഉത്തരം ക്രിസ്തുവിനെ. 345 ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? ഉത്തരം സുരബല കാഴ്ചയും ബലിയുമായി. 346 എഫേസുസ് 5:3 നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ എന്തെല്ലാമാണ്? ഉത്തരം വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. 347 ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? ഉത്തരം വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ. 348 നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും. 349 നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ്? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം. 350 കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം ഗാനാലാപനങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ. 351 എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം പിതാവായ ദൈവത്തിന്. 352 പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാത്തിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ്? ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. 353 പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്? ഉത്തരം ക്രിസ്തുവിനോട്. 354 ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്? ഉത്തരം പരസ്പരം വിധേയരായിരിക്കാൻ. 355 ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം കർത്താവിന് എന്ന പോലെ. 356 ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സഭയെ. 357 സഭ ക്രിസ്തുവിൻ്റെ ശരീരമെങ്കിൽ അതിൻ്റെ ശിരസ് ആരാണ്? ഉത്തരം ക്രിസ്തു. 358 ഭാര്യയുടെ ശിരസ് ആര്? ഉത്തരം ഭർത്താവ്. 359 സഭയാകുന്ന ശരീരത്തിന് രക്ഷകൻ ആര്? ഉത്തരം ക്രിസ്തു. 360 ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം വിവേകികളെ പോലെ. 361 തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിൻ്റെ കവചമാണ് ധരിക്കേണ്ടത്? ഉത്തരം നീതിയുടെ. 362 പൂരിപ്പിക്കുക സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ. ഉത്തരം പാദരക്ഷകൻ. 363 ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത്? ഉത്തരം വിശ്വാസത്തിൻ്റെ പരിച. 364 ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടതെന്ത്? ഉത്തരം രക്ഷയുടെ പടത്തൊപ്പി. 365 ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിൻ്റെ വാളേത്?
ഉത്തരം ദൈവവചനം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ഉത്തരം കർത്താവിൽ നിന്ന്. സ്നേഹമുള്ളവരെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലോഗോസ് ക്വിസിൻ്റെ 2025 പഠന ഭാഗങ്ങളിൽ നിന്ന് POC തയ്യാറാക്കിയ 400 ചോദ്യങ്ങൾ, എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 400 ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇത് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 80 മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ചോദ്യങ്ങൾ പല ആവർത്തി ശ്രദ്ധിച്ചു കേൾക്കുക, ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുക. ലോഗോസ് ക്വിസിൻ്റെ പരീക്ഷയ്ക്ക് നല്ല വിജയം നേടുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോഗോസ് ക്വിസിൻ്റെ ഓരോ അധ്യായങ്ങൾ തിരിച്ചുള്ള ചോദ്യോത്തരങ്ങൾക്കായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനലിലെ മറ്റ് വീഡിയോകളും കാണാവുന്നതാണ്.